ഹായ് ഫ്രണ്ട്സ്, പെട്ടെന്നൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ പെട്ടെന്ന് ഇൻഗ്രീഡിയൻസ് നോക്കാം. 3 സവാള പൊടിപ്പൊടിയായി അരിഞ്ഞത്, 2 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, കുറച്ച് മല്ലിയില, പുതിനയില, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും 3 വെളുത്തുള്ളിയും കൂടി ചതച്ചത്, എരിവിനാവശ്യമായ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, പിന്നെ അരമുറി തേങ്ങ അരച്ചത്, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം മുട്ട 3 എണ്ണം എടുത്തിട്ടുള്ളത്, ഒരു 6 കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റിയെടുത്തു. ഇനി കറി വെക്കാൻ തുടങ്ങാം. ആദ്യം ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായ ശേഷം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതില്ലേ, അത് ഇതിലോട്ട് ചേർക്കും. ഈ സമയം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇടാൻ മറക്കല്ലേ. ഇഞ്ചി വെളുത്തുള്ളിന്റെ പച്ചമണം പോയി കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചുള്ള സവാള ഇതിലോട്ട് ചേർക്കും. ഇനി സവാളയിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഈ വഴറ്റിയ സവാളയിൽ അരിഞ്ഞു വെച്ചുള്ള തക്കാളി ഇതിലോട്ട് ചേർക്കും. പിന്നെ അതിന്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് നന്നായി ഇളക്കാം. ഇപ്പൊ ഇത് നന്നായി വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാലകളൊക്കെ ചേർക്കാം. ശേഷം ഈ മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. ഇനി നിങ്ങൾക്ക് എത്ര കറി വേണോ അതിനാവശ്യമായ വെള്ളം ഒഴിക്കും. ചൂടുവെള്ളം ഒഴിച്ചാൽ അത്രയും. ഇനി കറിക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ചു വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുട്ട ഇതിലോട്ട് ചേർക്കാം. ഇനി ഇതിലോട്ട് തേങ്ങാപ്പാലോ തേങ്ങ അരച്ചതോ ചേർക്കാം. ഞാൻ തേങ്ങ അരച്ചതാണ് ചേർക്കുന്നത്. ഇനി ഒന്ന് പതിയെ ഇളക്കി തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡി. അപ്പോൾ ഇത് ടേസ്റ്റിയും ഈസിയുമായ മുട്ടക്കറി റെഡി.